ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ പഠനത്തിൻ്റെ തുടർചിന്തയായി ദൈവസഭകളിൽ കടന്നു വരുന്ന കാലത്തിലുള്ള ദുരുപദേശങ്ങളെ പറ്റിയൊക്കെയാണല്ലോ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത്. തുടർന്ന് പ്രാർത്ഥനയോടെ നമുക്ക് സഭകളിൽ നിന്ന് കാണുന്ന ദുരുപദേശങ്ങളിൽ ചിലതിനെ പറ്റി കൂടി വിചിന്തനം ചെയ്യാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. മിക്കവാറും പ്രൊട്ടസ്റ്റന്റ് സഭകളിൽ എന്ന് മാത്രമല്ല, മിക്കവാറും എല്ലാ ക്രൈസ്തവ സംഘടനകളിലും ആവർത്തിച്ച് പറയുന്ന തിരുവചനത്തിലെ ഒരു വാക്യം, അതായത് 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടുന്നവരുടെ മധ്യേ ഞാനുണ്ട് എന്ന് പറയുന്ന വാക്യം, ആ വാക്യത്തെ ആധാരമാക്കി അല്പമായി നമുക്ക് ചിന്തിക്കാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിലാണല്ലോ ഈ വാക്യം പറയുന്നത്. ആ വാക്യം ഇങ്ങനെയാണല്ലോ വായിക്കുന്നത്: 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിൽ ഉണ്ട് എന്നും ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ വാക്യം സാധാരണ എല്ലാ കൂടിവരവുകളിലും പ്രാർത്ഥനാ യോഗങ്ങളിലുമൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് കർത്താവേ അങ്ങയുടെ സാന്നിധ്യത്തിനായി സ്തോത്രം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയും പ്രബോധിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ധാരാളം സംഭവങ്ങൾ ദൈനംദിന ജീവിതത്തിൽ നാം കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നവരാണല്ലോ. ഈ വിഷയത്തിൻ്റെ ഒരു വിശകലനം ആവശ്യമാണ് എന്നെനിക്ക് തോന്നുന്നു. അതുകൊണ്ട് അനല്പം കോംപ്ലിക്കേറ്റഡ് വിഷയമാണ് എന്ന് പറയാതിരിക്കാനാവില്ല. യേശുക്രിസ്തു പറഞ്ഞ വാക്യമായതുകൊണ്ട് അതിൻ്റെ ഗൗരവത്തിൽ നമുക്ക് കാണാതിരിക്കാനാവില്ല. അതിൽ തെറ്റുപറ്റി എന്ന് പറയാനും ആവില്ല. അപ്പോൾ പിന്നെ അതെന്താണ്, എങ്ങനെയാണ് എന്ന് മറ്റു വചനങ്ങളുടെ തെളിവോടെ നമുക്കൊരു വിശകലനം ആവശ്യമല്ലേ? അതുകൊണ്ട് നമുക്ക് അല്പമായ വിഷയത്തെപ്പറ്റി ചിന്തിക്കാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടുന്നവരുടെ നടുവിൽ ഞാനുണ്ടെന്ന് അരുളി ചെയ്ത കർത്താവ് തന്നെ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ പറഞ്ഞൊരു വാക്യം നമുക്കൊന്ന് വായിക്കാം. കർത്താവ് തന്നെ പറയുകയാണ്, പിതാവായ ദൈവത്തോട് യേശുക്രിസ്തു പ്രാർത്ഥിക്കുന്ന 17-ാം അധ്യായത്തിലെ പ്രാർത്ഥനയുടെ ഒരു ഭാഗമായിട്ട് 11-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഇനി ഞാൻ ലോകത്തിൽ ഇരിക്കുന്നില്ല, ഇവരോ ലോകത്തിൽ ഇരിക്കുന്നു. ഞാൻ നിന്റെ അടുക്കൽ വരുന്നു. പരിശുദ്ധ പിതാവേ, അവർ നമ്മെപ്പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ. ഇവിടെ ഈ തിരുവചന ഭാഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന എന്താണ്? കർത്താവ് ഇനി ഇവിടെ ഇല്ല. പിതാവിനോട് യേശുക്രിസ്തു പ്രാർത്ഥിക്കുകയാണ്, നീ അവരെ കാത്തുകൊള്ളണമേ. ആ വാക്യം വെച്ച് നോക്കുമ്പോൾ യേശുക്രിസ്തു ഈ 2-3 പേർ കർത്താവിന്റെ കൂടുന്നവരുടെ നടുവിലേക്ക് വരുന്നുണ്ടോ, അതോ പിതാവിന്റെ വലത്ത് ഭാഗത്ത് അവിടെ ഇരിക്കുകയാണോ? നമുക്കറിയാം, അനേക തിരുവചന ഭാഗത്തിലൂടെ യേശുക്രിസ്തു പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു എന്ന് തെളിയിക്കപ്പെടുമ്പോൾ ഈ പ്രാർത്ഥനാ യോഗങ്ങളിലൊക്കെ, ഉദാഹരണത്തിന് ഒരു ഞായറാഴ്ച സഭായോഗം എന്ന് പറയുമ്പോൾ ഭാരതത്തിലൂടെ നോക്കുകയാണെങ്കിൽ എത്രയോ ആയിരക്കണക്കിന് സഭകൾ, യോഗങ്ങളുണ്ടല്ലോ. അതൊക്കെ യേശുക്രിസ്തുവിന്റെ നാമത്തിലാണോ കൂടി വരുന്നത്? എനിക്കറിയില്ല. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കൂടി വരാനുള്ള കൽപ്പന എവിടെയാണുള്ളതെന്നും എനിക്ക് ഓർമ്മ വരുന്നില്ല. ഇല്ലെന്ന് പറയുന്നില്ല, ഉണ്ടോ എന്ന് എനിക്ക് നല്ല നിശ്ചയമില്ല. എൻ്റെ ഓർമ്മയിൽ അങ്ങനെ ഒന്നും ഓർമ്മ വരുന്നില്ല. ഇനി അങ്ങനെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കൂടി വരികയാണെങ്കിൽ ആ കൂടി വരുന്ന ആയിരക്കണക്കിന് കൂട്ടായ്മകളിൽ ഒരേ സമയത്ത് യേശു എല്ലാ കൂട്ടായ്മകളിലും എങ്ങനെ സന്നിധനാകുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നമ്മുടെ വിഷയം അതിനേക്കാൾ അല്പം ഒരു ഗൗരവമേറിയൊരു വിഷയമായതുകൊണ്ട് ഇതെങ്ങനെ വ്യാഖ്യാനിക്കണമെന്ന് എനിക്ക് നിശ്ചയമില്ല. ഞാൻ പഠിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത്, ഇത് യേശുക്രിസ്തു 18-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ കാണുന്ന ചില ചിന്തകൾ കൂടി നമുക്കൊന്ന് നോക്കാം. അവിടെ അതിൻ്റെ 15-ാം വാക്യത്തിൽ കാണുകയാണ്, നിന്റെ സഹോദരൻ നിന്നോട് പിഴച്ചാൽ നീ ചെന്ന് നീയും അവനും മാത്രമുള്ളപ്പോൾ
കുറ്റം അവന് ബോധം വരുത്തുക. അവൻ നിന്റെ വാക്ക് കേട്ടാൽ നീ സഹോദരനെ നേടി. കേൾക്കാഞ്ഞാലോ? 2-3 സാക്ഷികളുടെ വായാൽ സകല കാര്യം ഉറപ്പാകേണ്ടതിന് 1-2 പേരെ കൂട്ടിക്കൊണ്ടു ചെല്ലുക. അവരെ കൂട്ടാക്കാഞ്ഞാൽ സഭയോട് അറിയിക്കുക. സഭയെയും കൂട്ടാക്കാഞ്ഞാൽ അവൻ നിനക്ക് പുറജാതിക്കാരനും ചുങ്കക്കാരനും എന്ന പോലെ ഇരിക്കട്ടെ. അടുത്ത വാക്യം ഒന്ന് ശ്രദ്ധിക്കൂ. 18-ാം വാക്യം. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിഞ്ഞിരിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഈ വാക്യത്തിന്റെ അർത്ഥം എന്താണ് ദൈവമക്കൾ? എന്താണ് കർത്താവ് ഉദ്ദേശിച്ചത്? കർത്താവ് തന്നെ പറഞ്ഞു, സത്യമൊന്നും പറയരുത്, ഉവ്വ് എന്നോ ഇല്ല എന്നോ മാത്രമേ പറയാവൂ എന്ന് പറഞ്ഞ് പഠിപ്പിച്ച യേശുക്രിസ്തു വരെ സത്യം ചെയ്ത് പറഞ്ഞിരിക്കുക. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ആരഴിക്കുന്ന കാര്യമാണ് അത് എന്താ അതിൻ്റെ അർത്ഥം? ഇതിനെപ്പറ്റി വിശദമായി വ്യക്തമായി സ്പഷ്ടമായ അറിവുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി എന്നെ ഒന്ന് വിളിക്കുകയോ ഒന്ന് വിശദീകരിച്ച് തരികയോ ചെയ്താൽ വളരെ ഉപകാരമായിരുന്നു. എനിക്കിതിൻ്റെ കൃത്യമായ അർത്ഥം ബോധ്യമായിട്ടില്ല. ഞാനും ചില ചിന്തകളിലൂടെ കടന്നു പോകുന്നു എന്നല്ലാതെ എനിക്കതിനെ പറ്റിയൊരു കൃത്യമായ ഇതിങ്ങനെ തന്നെയാണ് എന്ന് 100% ഉറപ്പിച്ച് പറയാവുന്ന ഒരു ബോധ്യം എനിക്കില്ല എന്നത് തുറന്ന് പറയട്ടെ. അടുത്ത വാക്യവും അതുപോലെ തന്നെ എന്നെ കുഴയ്ക്കുന്ന ഒരു വാക്യമാണ്. ഭൂമിയിൽ വെച്ച് നിങ്ങൾ 2 പേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐകമത്യപ്പെട്ടാൽ അത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവിങ്കിൽ നിന്ന് അവർക്ക് ലഭിക്കും. ഈ വാക്യത്തിന്റെ അർത്ഥം എന്താണ്? ഭൂമിയിൽ വെച്ച് നിങ്ങളിൽ 2 പേർ യാചിക്കുന്ന ഏത് കാര്യത്തിൽ ഐകമത്യപ്പെട്ടാൽ അത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവിങ്കിൽ നിന്ന് അവർക്ക് ലഭിക്കുമെന്ന് യേശു കൃത്യമായിട്ട് പറഞ്ഞിരിക്കുക. അത് സംഭവിക്കുന്നുണ്ടോ? എനിക്കറിയില്ല. എനിക്ക് എൻ്റെ അനുഭവത്തിൽ അതിനോട് യോജിക്കാൻ പറ്റുന്ന ആശയങ്ങളില്ല. കാരണം ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു യുവാവും യുവതിയും വിവാഹം കഴിച്ചു. 4-5 വർഷമായി അവർക്ക് കുഞ്ഞുങ്ങളില്ലാതെ വന്നു. അവർ വളരെ ഹൃദയഭാരത്തോടെ കൈകോർത്ത് പിടിച്ച് ദിവസവും പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾക്കൊരു കുഞ്ഞിനെ നൽകണമേ എന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. 2 പേരും ഒരേ ആഗ്രഹത്തോടെ ഐകമത്യപ്പെട്ട് കൈകോർത്ത് പിടിച്ച് ഹൃദയഭാരത്തോടെ പ്രാർത്ഥിക്കും. എന്നിട്ടും കുഞ്ഞുങ്ങളില്ലാത്ത എത്രയോ സംഭവങ്ങളും അനുഭവങ്ങളും നമ്മുടെ ചുറ്റിലും കാണുന്നുണ്ട്. അപ്പോൾ യേശു പറഞ്ഞ വാക്യം വെച്ച് നോക്കിയാൽ, നിങ്ങളിൽ 2 പേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐകമത്യപ്പെട്ടാൽ അത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവിങ്കിൽ നിന്ന് അവർക്ക് ലഭിക്കും എന്ന് പറഞ്ഞ വാക്യം വെച്ച് അവർക്ക് 100% ഉറപ്പായിട്ടും കുട്ടികളെ കിട്ടേണ്ടതല്ലേ? 1-2 വട്ടം അവർ യാചിച്ചു കഴിയുമ്പോൾ തന്നെ ആ വിഷയത്തിനൊരു മറുപടി ലഭിക്കേണ്ടതല്ലയോ? എന്നിട്ടും മറുപടി ലഭിക്കാത്തത് എന്താണ്? അങ്ങനെയെങ്കിൽ യേശുവിൻ്റെ വാക്യന്റെ പ്രസക്തി, ഇതിന്റെ അർത്ഥം എന്താണ്? അതും ഇതിനെപ്പറ്റി അറിവുള്ളവര്, നിശ്ചയമുള്ളവര് അതിൻ്റെ വ്യാഖ്യാനം, അതിൻ്റെ അർത്ഥതലം ഒന്ന് വെളിപ്പെടുത്തി തന്നാൽ ഉപകാരമായി. ഒന്നുകിൽ എന്നെ വിളിക്കുകയോ അല്ലെങ്കിൽ ഒരു വോയിസ് മെസ്സേജ് ഇടുകയോ ഒരു കമൻ്റ് ഇടുകയോ ചെയ്താൽ വളരെ ഉപകാരമായിരുന്നു. ഇതുപോലെ തന്നെ നമുക്ക് വിശദീകരിക്കാൻ കഴിയാത്തതും വ്യക്തതയില്ലാത്തതുമായ ഒരു വാക്യമാണ് 20-ാം വാക്യം. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട് എന്നും ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന വാക്യം. അതിന് പിന്നെ എനിക്ക് കിട്ടിയ ഒരു ചിന്ത ദൈവജനത്തോട് പങ്കിടാം. അതായത്, കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ ഒരു വിഷയം പൗലോസ് പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ അതിൻ്റെ കൊരിന്ത്യർക്ക് 1-ാം ലേഖനം അതിൻ്റെ 4-ാം വാക്യവും 5-ാം വാക്യവും നമുക്കൊന്ന് വായിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 4-ാം വാക്യം. നിങ്ങളും എൻ്റെ ആത്മാവും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ശക്തിയോടെ ഒന്നിച്ചു കൂടിയിട്ട് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അവനെ, ആത്മാവ് കർത്താവായ യേശുവിൻ്റെ നാളിൽ രക്ഷിക്കപ്പെടേണ്ടതിന് ജഡസംഹാരത്തിനായി സാത്താനെ ഏൽപ്പിക്കണമെന്ന് വിധിച്ചിരിക്കുന്നു. ഈ വാക്യത്തിൽ നമുക്കറിയാം പൗലോസ് കൊരിന്ത്യയിൽ ഇല്ല.
കോരിന്ത്യ സഭയ്ക്ക് എഴുതുന്നൊരു ലേഖനമാണല്ലോ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ അകലെ ഇരുന്നു കൊണ്ട് ആ പൗലോസ് പറയുന്ന വാക്യം നോക്കൂ. നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അവനെ അതിൻ്റെ നിങ്ങളും എൻ്റെ ആത്മാവും, അതായത് യേശുവിൻ്റെ പൗലോസിൻ്റെ സാന്നിധ്യമില്ല, പക്ഷെ ഒരു ആത്മീയ സാന്നിധ്യം, നിങ്ങളും എൻ്റെ ആത്മാവും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ശക്തിയോടെ ഒന്നിച്ചു കൂടിയിട്ട് നമ്മുടെ കർത്താവായ യേശു തൻ്റെ നാമത്തിൽ അവനെ എന്ന് പറഞ്ഞു തുടങ്ങുകയാണ്. ഇവിടെ യേശു ക്രിസ്തുവിൻ്റെയും പൗലോസിൻ്റെയും ഒരു ആത്മീയ സാന്നിധ്യത്തിൻ്റെ ചിത്രമായിട്ടാണ് പൗലോസ് പറയുന്നതായിട്ട് എനിക്ക് തോന്നുന്നത്. പൗലോസിൻ്റെയോ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയോ ആക്ഷരികമായ സാന്നിധ്യമില്ല എന്നതുപോലെ കർത്താവായ യേശു പറഞ്ഞ വാക്യത്തെ നമുക്ക് വ്യാഖ്യാനിച്ചാൽ, 2 or 3 പേർ കൂടുന്നവരുടെ നടുവിൽ കർത്താവിൻ്റെ ആത്മീയ സാന്നിധ്യം ഉണ്ടാകും. കർത്താവ് നമ്മുടെ ഉൾപ്പുകളെയും ഹൃദയങ്ങളെയും ശോധന ചെയ്യുന്നവനാണ്. കർത്താവ് പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരുന്നു കൊണ്ട് തന്നെ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു എന്ന് തിരുവചനത്തിൽ രേഖയുണ്ടല്ലോ. അവിടെ ഇരുന്നു കൊണ്ട് കർത്താവ് നമ്മെ കാണുകയും അറിയുകയും ചെയ്യുന്നു. നമ്മളെടുക്കുന്ന തീരുമാനങ്ങളും പ്രവൃത്തികളും ഒക്കെ കർത്താവ് അവിടെ ഇരുന്നു കൊണ്ട് അംഗീകരിക്കേണ്ടവയെ അംഗീകരിക്കുന്നു, അംഗീകരിക്കാണ്ടാത്തവയെ അംഗീകരിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് രണ്ട് വ്യക്തികൾ തമ്മിൽ പ്രശ്നമുണ്ടായാൽ അതൊരാളിൽ നിന്ന് അത് നിരപ്പാകാൻ ശ്രമിച്ചിട്ട് പറ്റിയില്ലെങ്കിൽ സാക്ഷികൾ കൊണ്ടുചെല്ലട്ടെ, അതും പറ്റിയില്ലെങ്കിൽ സഭയോട് അറിയിക്കട്ടെ. ആ സഭ എടുക്കുന്ന തീരുമാനത്തിൽ യേശുവിൻ്റെ അംഗീകാരമുണ്ട് എന്ന അർത്ഥമാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് അവിടെ കർത്താവ് നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. സഭ ആലോചിച്ച് പ്രാർത്ഥിച്ച് ഒരു തീരുമാനം ഒരു വ്യക്തിയോടുള്ള ബന്ധത്തിൽ എടുക്കുമ്പോൾ ആ തീരുമാനത്തെ സ്വർഗത്തിൽ കർത്താവായ യേശു അംഗീകരിക്കുന്നു എന്ന ധ്വനിയാണ് എനിക്ക് തോന്നുന്നത്. അതിനോടുള്ള ബന്ധത്തിലാണ് 2 or 3 പേരുടെ നാമത്തിൽ കൂടുന്നത് ഞാനുണ്ടെന്ന് പറഞ്ഞാൽ കർത്താവ് അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട് എന്ന അർത്ഥമാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ നമ്മൾ കൂടി വരുന്ന എല്ലാ യോഗത്തിലും കർത്താവ് ഇറങ്ങി വരുന്നു എന്ന അർത്ഥത്തിൽ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അതിൻ്റെ വ്യാഖ്യാനം പലപ്പോഴും നമ്മൾ പറയുന്നത് ഏതർത്ഥത്തിലാണ് എന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആർക്കെങ്കിലും ഇക്കാര്യത്തിൽ വ്യക്തതയുണ്ടെങ്കിൽ ദയവായി ഒന്ന് അറിയിക്കണമേ എന്ന് പറഞ്ഞ് ആ ഭാഗം ഞാൻ തൽക്കാലം വിടുകയാണ്. അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വന്നാൽ 21, 22 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അതിന് യേശു, നിങ്ങൾ സംശയിക്കാതെ വിശ്വാസം ഉള്ളവരായാൽ ഈ അത്തിയോട് ചെയ്തത് നിങ്ങളും ചെയ്യും എന്ന് മാത്രമല്ല, ഈ മലയോട് നീങ്ങി കടലിലേക്ക് ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അതും സംഭവിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. യേശു ക്രിസ്തു സത്യം ചെയ്ത് പറഞ്ഞിരിക്കുക അല്ലേ? ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നിങ്ങൾ സംശയിക്കാതെ വിശ്വാസമുള്ളവരായ, മർക്കോസിന്റെ സുവിശേഷത്തിൽ കടുക് മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ അത്തിയോട് നീങ്ങി കടലിൽ ചാടിപ്പോകുക പറഞ്ഞാൽ സംഭവിക്കുന്ന അവിടെയെന്ന്. കടുക് മണിയോളം വിശ്വാസം ഇല്ലാത്തവർ നമ്മൾ ആരും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ചുരുങ്ങിയ പക്ഷേ നെല്ലിക്കയോളം വിശ്വാസം വേണ്ട, ഒരു മച്ചിങ്ങോളത്തോളം വിശ്വാസമൊക്കെ നമുക്ക് കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നിട്ടും നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. ഈ മലയോട് നീങ്ങി കടലിൽ ചാടിപ്പോകുക എന്ന് പറഞ്ഞാൽ അതും സംഭവിക്കുമെന്ന് യേശു സത്യമായിട്ട് പറഞ്ഞിട്ട് നമുക്കിതൊന്നും കഴിയുന്നില്ല. അതെന്തുകൊണ്ടാണ്? അത് ചിന്തിക്കേണ്ട കാര്യമല്ലേ ദൈവമക്കളെ? അത് തന്നെയുമല്ല 22-ാം വാക്യം നോക്കിക്കേ, മത്തായി 21:22. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഉത്തരം പറഞ്ഞു. ഇതിന്റെ അർത്ഥം എന്താ? വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ എന്തും ലഭിക്കും. വിശ്വാസമുള്ളത് കൊണ്ടാണല്ലോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പിന്നെന്താ കുഴപ്പം? പിന്നെന്താ നടക്കാത്തത്? ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? പൊരുൾ എന്താണ്? ഞാനിന്ന് പറയുന്ന യേശു ക്രിസ്തുവിന്റെ വാക്കുകൾ നിഷേധിക്കാനോ ചോദ്യം ചെയ്യാനോ അല്ല ദൈവമക്കളെ. യേശു ക്രിസ്തു എന്തർത്ഥത്തിലാണ്, ഏത് ലക്ഷ്യത്തോടെയാണ് ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ആത്മാവിൽ നാം കണ്ട് മനസ്സിലാക്കിയ ശേഷമേ ഇതിനെപ്പറ്റി നമുക്കൊരു തീരുമാനത്തിലെത്താൻ പറ്റുള്ളൂ. യേശു ക്രിസ്തു പറഞ്ഞ വാക്കുകളുടെ
അതേ അർത്ഥത്തിൽ അത് അവിടെ നിന്ന് ഇവിടെ നിന്നും കൂട്ടം ഓരോരു ഭാഗം അടർത്തിയെടുത്ത് നമ്മൾ ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് തെറ്റുപറ്റാൻ സാധ്യതയുണ്ട്. അതുപോലെ വളരെ തിരിദ്ധരിക്കപ്പെടുന്ന ഒരു തിരുവചന ഭാഗമാണ് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലെ 2-ാം വാക്യം. അവിടെ 14-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. അതിൻ്റെ അടുത്ത വാക്യം 2-ാം വാക്യത്തിൽ പറയുകയാണ്: എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഇത് വളരെ വിചിത്രമായി വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു വാക്യമാണ്. എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നുന്ന ചിന്ത ഇങ്ങനെയാണ്: ദൈവമക്കൾ, കർത്താവ് പറഞ്ഞ വാക്യം ഒന്ന് ശ്രദ്ധിക്കൂ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. അങ്ങനെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നത് എന്തുവാ? ഞാൻ സ്ഥലമൊരുക്കാൻ പോയി, സ്ഥലമൊരുക്കിയിട്ട് വരുമ്പം നിങ്ങളെ കൊണ്ടുപോകുമായിരുന്നു എന്ന് പറഞ്ഞേനെ. പക്ഷെ അങ്ങനെ പറയേണ്ട കാര്യമില്ല. കാരണം എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. അല്ലാതെ കർത്താവ് ഭവനം ഒരുക്കാൻ പോയിരിക്കുകയല്ല. അത് തെറ്റായ ദുർവ്യാഖ്യാനമാണ്, ഒരു തെറ്റായ വ്യാഖ്യാനമാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നു. ആർക്കെങ്കിലും ഇതിൽ വ്യക്തമായ ഒരു മറുപടി പറയാൻ കഴിയുമെങ്കിൽ അവരുടെ മറുപടി വിനയപൂർവ്വം ക്ഷണിക്കുകയാണ്. ഞാനതിന് തെളിവായ ഒരു വാക്യം കൂടി പറയാം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം നമ്മളൊന്ന് വായിച്ചു നോക്കിക്ക്. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്നറിയുന്നു. അവിടെ ഉണ്ട്, ഓൾറെഡി ഭവനമുണ്ട്. പിന്നെ ഭവനം ചമയ്ക്കാൻ പിന്നെ ഉണ്ടാക്കാൻ പോകേണ്ട കാര്യമില്ലെന്നേ. അതാണ് ഈ പറഞ്ഞു വരുന്ന വിഷയം. അപ്പോൾ നിലവിൽ ഇങ്ങനൊരു ഭവനമുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, വാസയോഗ്യമായ സ്ഥലങ്ങളുണ്ട്. അങ്ങനെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞേനെ. പക്ഷെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഒരുക്കാൻ പോകേണ്ട കാര്യമില്ലെന്നാണ് കർത്താവ് പറഞ്ഞു എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് കേട്ടോ. തുടർന്ന് നമ്മൾ എബ്രായ ലേഖനം അതിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം ചിന്തിച്ചു നോക്കി. അവിടെ നമുക്കൊന്ന് വായിക്കാം. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു വിശ്വാസത്താൽ. അവിടെ ആ വാക്യം നോക്കൂ. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായിട്ട് കാത്തിരുന്നു. വളരെ കൃത്യമായിട്ട് ഇവിടെ വാക്യം പറയല്ലേ. 16-ാം വാക്യത്തിൽ നമുക്ക് അതിനോട് തുല്യമായ ഒരു ഇത് കാണാം, വാക്യം കാണാം. അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. ആകയാൽ ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ. വളരെ കൃത്യമായിട്ട് ആ വാക്യം നമുക്കിവിടെ കാണാമല്ലോ. 12-ാം അധ്യായം എബ്രായ ലേഖനം 12-22 വാക്യം കൂടി നമുക്ക് ചേർന്ന് വായിക്കാം. അവിടെ ഇങ്ങനെ കാണുന്നു: പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും. അവിടെയും ഒരു സംഗതി ഉണ്ട്, കെട്ടിടമുണ്ട്, വാസസ്ഥലമുണ്ട്. പിന്നെ നമുക്കറിയാമല്ലോ, വെളിപ്പാട് പുസ്തകത്തിലെ മണവാട്ടിയെ പോലെ അണിഞ്ഞൊരുങ്ങിയ സ്വർഗീയ നഗരം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതിൻ്റെ ചിത്രമൊക്കെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് യേശുക്രിസ്തു ഒരുക്കുന്ന ഏതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ അവിടെയുള്ള, അതായത് പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലമുണ്ടെന്ന് യേശു പറഞ്ഞ വാക്യത്തിൻ്റെ പൂർത്തീകരണമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ആ വാക്യത്തിലും തെറ്റായ വ്യാഖ്യാനങ്ങൾ കടന്നുകൂടിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇതൊക്കെ ഒരുപക്ഷെ എൻ്റെ അറിവില്ലായ്മ കൊണ്ടുള്ള തോന്നലുകളാണോ ചിന്തകളാണോ എന്നറിയില്ല. ഇക്കാര്യത്തിൽ അവഗാഹമായ ഗഹനമായ അറിവുള്ളവരെ ആത്മനിറവിൽ പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തിയ സത്യങ്ങൾ അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ ദയവായി എന്നെ ഒന്ന് വിളിക്കുകയോ ഇതിലൊരു കമൻ്റ് ഇടുകയോ അല്ലെങ്കിൽ അഭിപ്രായം അറിയിക്കുകയോ വോയിസ് മെസ്സേജ് ഇടുകയോ ചെയ്യണമേ എന്ന് വിനയപൂർവ്വം അപേക്ഷിച്ചുകൊണ്ട് ഈ ചിന്ത തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. അടുത്ത് നമുക്ക് മറ്റൊരു വിഷയവുമായി പിന്നെ കേൾക്കാൻ ദൈവം സഹായിക്കട്ടെ. ആമേൻ.